യെസ്, അപ്പോ വീണ്ടും ഒരു വാർത്താ ദിനം പൂർത്തിയാകുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദാംശങ്ങളൊപ്പം ഒരുപാട് വിശേഷങ്ങൾ, കഥകൾ, പാട്ടുകൾ ഇതെല്ലാമായി നമ്മൾ വീണ്ടും ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ. അതെ, പ്രജിൻ ആൻഡ് പ്രവിത. യെസ്, വെൽക്കം. ഇന്നും വാർത്തയ്ക്ക് യാതൊരു കുറവുമില്ലാതിരുന്ന ദിവസമായിരുന്നു. പ്രത്യേകിച്ച് കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊല ഇതുൾപ്പെടെയുള്ള വാർത്തകളൊക്കെ ഇന്ന് വന്നിരുന്നു. മറ്റ് രാഷ്ട്രീയ വാർത്തകൾ, അതോടൊപ്പം തന്നെ ഇന്ന് അവാർഡുകൾ പ്രഖ്യാപിച്ച ദിവസമായിരുന്നു. ദേശീയ സംസ്ഥാന അവാർഡുകൾ എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം. ന്യൂസ് ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ പിതാവ്. മണിക്കൂറുകളോളം മകളെ കാണാതായിട്ടും ആരും അന്വേഷിക്കാതിരുന്നത് ദുരൂഹം. थोड़ा उसका दिक्कत था कॉलेज में, पूरा डिपार्टमेंट, इसलिए डिपार्टमेंट को हम बोला है, डिपार्टमेंट पूरा सस्पेक्ट में है. हम क्या बोला, 7 घंटा से लड़की का ऑन ड्यूटी ऑन कॉल में डॉक्टर है, उसको 7 घंटा में किसी का जरूरत नहीं पड़ा. ബംഗാൾ സർക്കാരിനെ കടന്നാക്രമിച്ച് ഗവർണർ CV ആനന്ദ ബോസ്. ഡൽഹിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ വൻ പ്രതിഷേധം. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്യുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സാലറി ചലഞ്ചന മാർഗനിർദ്ദേശങ്ങളായി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകേണ്ടത് ചുരുങ്ങിയത് 5 ദിവസത്തെ ശമ്പളം തുക ഗഡുക്കളാക്കി നൽകാമെന്നും സർക്കാർ ഉത്തരവിൽ. ജീവനക്കാർ നൽകുന്ന സംഭാവന തുക സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കും. ജമ്മു കശ്മീരും ഹരിയാനയും പോളിംഗ് ബൂത്തിലേക്ക്. ജമ്മു കശ്മീരിൽ വോട്ടെടുപ്പ് 3 ഘട്ടമായി. ഹരിയാന ഒക്ടോബർ 1 വിധിയെഴുതും. വോട്ടെണ്ണൽ ഒക്ടോബർ 4. കശ്മീരിലേത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. സ്വാഗതം ചെയ്ത് രാഷ്ട്രീയ പാർട്ടികൾ. വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഉടനില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ UDF-നെ പഴിച്ച CPIM. KK ശൈലജയ്ക്കെതിരെ UDF വ്യക്തിഹത്യയും അധിക്ഷേപ പ്രചാരണവും നടത്തിയെന്ന് MV ഗോവിന്ദൻ. വ്യക്തിപരമായ അധിക്ഷേപത്തിൻ്റെ രീതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തിഹത്യയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അതിനു പിന്നാലെ ഓരോന്നോരോന്നായി ഉണ്ടായത്. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത KK ലതികയ്ക്കും പിന്തുണ. സൈബർ സംഘങ്ങൾക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് MV ഗോവിന്ദൻ. ക്രിമിനലുകളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെന്ന് VD സതീശൻ. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും അനിശ്ചിതത്വത്തിൽ. പുഴയുടെ അടിത്തട്ടിൽ കാഴ്ചാപരിധി കുറഞ്ഞതിനാൽ നാളെ തിരച്ചിലില്ല. ദൌത്യം പൂർത്തിയാക്കാൻ 10 ദിവസം കൂടി വേണ്ടിവരുമെന്ന് കാർവാർ MLA. ഡ്രഡ്ജർ എത്താൻ വൈകുമെന്ന് സതീഷ് കൃഷ്ണസേൽ. പുഴയിൽ നിന്ന് വീണ്ടും കണ്ടെത്തിയ ലോഹഭാഗം അർജുന്റെ ലോറിയുടേതല്ലെന്ന് സ്ഥിരീകരണം. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച ചൂരൽമലയിലും മുണ്ടക്കയിലും ആദ്യഘട്ട സംയുക്ത തിരച്ചിൽ അവസാനിപ്പിച്ചു. നാട്ടുകാർ ആവശ്യപ്പെടുന്ന മേഖലകളിൽ മാത്രം നാളെ മുതൽ പരിശോധന. കേന്ദ്ര സർക്കാരിന് വിശദമായ റിപ്പോർട്ട് 2 ദിവസത്തിനകം കൈമാറുമെന്ന് മന്ത്രി K രാജൻ. സ്വമേധയായെടുത്ത കേസിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിനെയും ദേശീയപാത അതോറിറ്റിയെയും കക്ഷി ചേർത്ത് ഹൈക്കോടതി. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഹോക്കി താരം PR ശ്രീജേഷിന് ജന്മനാടിന്റെ ആദരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം. ശ്രീജേഷിനെ അഭിനന്ദിക്കാൻ വഴി നീളെ വൻ ജനാവലി. വിരമിക്കൽ തീരുമാനം പിൻവലിച്ചേക്കുമെന്ന സൂചന നൽകി ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. വിശദമായ വാർത്തകൾ നോക്കാം. ആദ്യം തന്നെ പോകുന്നത് കൊൽക്കത്തയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ മരണത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഗവർണർ CV ആനന്ദ ബോസ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര കൃത്യവിലോപമാണ്. ഭരണഘടന അനുസരിച്ച് സർക്കാർ പ്രവർത്തിച്ചില്ലെങ്കിൽ ഗവർണറുടെ അധികാരം ഉപയോഗിക്കുമെന്നും CV ആനന്ദ ബോസ് മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് തെരുവിലിറങ്ങി. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർക്ക് നേരെ നടന്നത് കൂട്ടബലാത്സംഗമെന്നും
കേസിൽ സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയെന്നും ഗവർണർ CV ആനന്ദ് ബോസ് വിമർശിച്ചു. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായ കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു. അറിയാതെ ചെയ്യുന്ന തെറ്റ് നമുക്ക് മനസ്സിലാക്കാം. അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഉറങ്ങിക്കിടക്കുന്നതിന് ഉണർത്താം, പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുന്നതിന് ഉണർത്താനാവില്ല. CBIയെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കരുതെന്നും ഗവർണർ തുറന്നടിച്ചു. ആശുപത്രിയിൽ ആക്രമണം നടത്തിയ പ്രതികളെ 42 മണിക്കൂറിൽ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഗവർണർ സർക്കാരിന് നൽകിയ അന്ത്യശാസനം. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതിരോധവുമായി തെരുവിലിറങ്ങി. വനിതാ നേതാക്കൾക്കൊപ്പം കൊൽക്കത്തയിൽ മാർച്ച് നടത്തി. CBI ഞായറാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ മാർച്ച്. മമതാ ബാനർജി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട BJPയും ഇടതു പാർട്ടികളും സമരം ശക്തമാക്കി. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുമ്പോൾ വിഷയവും അനുദിനം സങ്കീർണമാവുകയാണ്. അതേസമയം സുരക്ഷ ഉറപ്പാക്കാതെ ഇനി ജോലിയിലേക്കില്ല എന്നാണ് ഡോക്ടർമാരുടെ സംഘടനകളുടെ തീരുമാനം. കൊൽക്കത്തയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. എന്തായാലും ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് കൊല്ലപ്പെട്ട ഈ വനിതാ ഡോക്ടറുടെ കുടുംബം പ്രതികരിച്ചത്. പിതാവ് വലിയ രീതിയിലുള്ള ആക്ഷേപം ഈ മെഡിക്കൽ കോളേജിനെതിരെ ഉയർത്തുന്നുണ്ട്. തൻ്റെ മകളെ കാണാതായി എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല, അതിൽ തന്നെ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നാണ് പിതാവ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ടും പിതാവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും എൻ്റെ മകളെ പോലെ തന്നെയാണ് എന്നും അദ്ദേഹം വളരെ വികാരനിർഭരനായാണ് കാര്യങ്ങൾ പങ്കുവച്ചത്. തീർച്ചയായും ഇനി നമ്മൾ നേരെ വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോയാൽ, ദുരന്തം വിതച്ച ചൂരൽമലയിലും മുണ്ടക്കയിലും ആദ്യഘട്ട സംയുക്ത തിരച്ചിൽ അവസാനിപ്പിച്ചു. ദുരന്ത മേഖലയിൽ താമസിച്ചിരുന്ന കുടുംബങ്ങൾ പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും നാളെ മുതൽ തിരച്ചിൽ നടത്തുക. ദുരന്തത്തിൽ ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ ലഭ്യമാക്കാനുള്ള അദാലത്ത് മേപ്പാടിയിൽ ഇന്ന് നടന്നു. ഉരുളെടുത്ത പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ 2 തവണ പരിശോധന പൂർത്തിയാക്കിയാണ് 18 ദിവസം നീണ്ട ജനകീയ തിരച്ചിൽ ഇന്ന് അവസാനിച്ചത്. മലപ്പുറം ചാലിയാറിനോട് ചേർന്ന് അടിഞ്ഞുകൂടിയ മണൽത്തിട്ട ഇടിച്ചും ഇന്ന് തിരച്ചിൽ നടത്തി. നാളെ മുതൽ തിരച്ചിലിന്റെ 2ാം ഘട്ടം. ദുരന്തഭൂമിയിൽ താമസിച്ചിരുന്നവർ പറയുന്നിടം കേന്ദ്രീകരിച്ച് ഇനി തിരച്ചിൽ പരിമിതപ്പെടുത്തും. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്തിയില്ല. ദുരന്തം നേരിട്ടവരെ മാതൃകാപരമായി പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദേശീയ ഏജൻസികൾ കൂടുതൽ കൃത്യതയോടെ കാര്യങ്ങൾ നിർവഹിക്കണം. ദുരന്തത്തിനിരയായി അതിൻ്റെ വലിയ നഷ്ടങ്ങൾ പേറിക്കൊണ്ട് ജീവിക്കുന്നവരെ മാതൃകാപരമായി പുനരധിവസിപ്പിക്കേണ്ട ഘട്ടമാണ്. അതിലും മാതൃകാപരമായി തന്നെ ആ ദൗത്യം ഏറ്റെടുക്കാൻ നാടിന് കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള അനുഭവം. ഈ മാസം 20-നകം പുനരധിവാസത്തിനുള്ള വാടക വീടുകൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കേന്ദ്രം ആവശ്യപ്പെട്ട നിവേദനം 2 ദിവസത്തിനകം നൽകുമെന്ന് മന്ത്രി കെ രാജൻ. അവിടെ ഉള്ള ദുരന്തങ്ങളെക്കുറിച്ച് ഞങ്ങൾ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും എല്ലാ സാന്നിധ്യത്തിൽ, ഗവർണറുടെ എല്ലാ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി വളരെ വിശദമായി പ്രതിപാദിക്കുകയും ചെയ്തതാണ്. കേരളം ആ കണക്ക് കൃത്യമായി ഈ മഴ തോർന്നതിന് ശേഷം ആ കണക്ക് കൃത്യമായി തയ്യാറാക്കി കഴിഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ ആദ്യഘട്ടത്തിലെ മെമ്മോറാണ്ടം കേരളം സമർപ്പിക്കുകയും ചെയ്യും. രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നൽകുന്നതിനായി മേപ്പാടിയിൽ പ്രത്യേക അദാലത്ത് നടന്നു. ഉരുൾപൊട്ടലിന്റെ കാരണം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഭൗമശാസ്ത്ര വിദഗ്ധ സംഘം വിശദമായ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. 24 വയനാട്. അപ്പോൾ സംയുക്ത തെരച്ചിൽ എന്നതോടുകൂടി അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് പ്രതീക്ഷയറ്റ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവിടെ. പക്ഷേ എന്നാലും അവർ പറയുന്നു, ഇന്ന മേഖലയിൽ പറയുന്നു അവിടെ തിരയണമെങ്കിൽ അത് തീർച്ചയായിട്ടും നാളെ മുതൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയായിരിക്കും ഇതിനുള്ള തിരച്ചിൽ. അപ്പോൾ സംയുക്ത തിരച്ചിൽ ഇനി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിന് ഉണ്ടാവില്ല എന്ന കാര്യം കൂടി അറിയുക. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കൂടുതൽ സഹായമൊക്കെ എത്തുന്നുണ്ട്. അതേസമയം തന്നെ സർക്കാർ ജീവനക്കാരുടെ സാലറി ചലഞ്ചിന് മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് സർക്കാർ. ചുരുങ്ങിയത് 5 ദിവസത്തെ ശമ്പളമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകേണ്ടത്. തുക ഗഡുക്കളായി നൽകാനും അവസരമുണ്ടാകും. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. അജീഷ്, ഈ ഗഡുക്കളായി നൽകാനുള്ള അവസരമടക്കമുണ്ട്. എന്തൊക്കെ നിബന്ധനകളാണ്? ഏറ്റവും മിനിമം 5 ദിവസത്തെ ശമ്പളം അത് നൽകാനാണ് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ അത് എങ്ങനെ അടക്കണം, ഏത് മാസത്തെ ശമ്പളത്തിൽ നിന്നാണ് അത് ഡിഡക്റ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ഈ ഉത്തരവിൽ പറയുന്നുണ്ടോ? പ്രജിൻ, പ്രവിധ എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ വയനാട് ദുരന്തവുമായി
ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ സർവീസ് സംഘടനാ ഭാരവാഹികളോട് ചർച്ച നടത്തിയിരുന്നു. സർവീസ് സംഘടനാ ഭാരവാഹികളുടെ ചർച്ചയിലാണ് 5 ദിവസത്തെ ശമ്പളം നൽകാൻ തയ്യാറാണെന്ന് ഭാരവാഹികൾ അറിയിച്ചത്. എന്നാൽ ജീവനക്കാരെ നിർബന്ധിക്കാൻ പാടില്ലെന്നായിരുന്നു അവർ സർക്കാരിനോട് മുൻപിട്ട് വെച്ച നിർദ്ദേശം. ഇത് സർക്കാർ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 5 ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി നൽകണം. പക്ഷേ ഇത് ജീവനക്കാരെ നിർബന്ധിക്കില്ല. പക്ഷേ എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ നൽകുന്ന തുക പ്രത്യേകമായി തുറക്കുന്ന ഒരു ട്രഷറി അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. ശമ്പള തുക കണക്കാക്കുന്നത് 2024 ഓഗസ്റ്റ് മാസത്തെ മൊത്ത ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ്. ഈ 5 ദിവസത്തെ വേതനം സംഭാവന ചെയ്യുന്നവർക്ക് പരമാവധി 3 ഗഡുക്കളായിട്ട് നൽകാവുന്നതാണ്. 5 ദിവസത്തിൽ കൂടുതൽ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു മാസം ചുരുങ്ങിയത് 2 ദിവസം എന്ന ക്രമത്തിൽ 10 ഗഡുക്കളായും നൽകാവുന്നതാണ്. ഈ ശമ്പളത്തിൽ നിന്നും CMDRFിലേക്ക് സംഭാവന നൽകുന്ന തുക 2024 സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് മാസത്തെ ശമ്പളം മുതൽ കുറവ് ചെയ്യുന്നതാണ്. ജീവനക്കാർക്ക് അവരുടെ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും സംഭാവന നൽകാമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. 5 ദിവസം അതിൽ കൂടുതലോ സംഭാവന ചെയ്യുന്നവർക്ക് വർഷത്തെ ആർജിത അവധി സറണ്ടർ ചെയ്ത് PFലേക്ക് ലയിപ്പിക്കുന്നതിൽ നിന്നും പണമായി കൈപ്പറ്റുന്നവർക്ക് ഈ തുകയിൽ നിന്നോ തുക കുറവ് ചെയ്ത് നൽകേണ്ടതും നിലവിലെ ചട്ടങ്ങൾ പ്രകാരമുള്ള വാർഷിക പരിധി ബാധകമായിരിക്കുന്നതുമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ അജീഷ്, അതേസമയം തന്നെ എന്തായാലും ഈ നിർബന്ധിച്ച് ഇത്തരമൊരു കാര്യം ചെയ്യിപ്പിക്കില്ല എന്ന് കൂടി സർക്കാർ പറയുന്നുണ്ട് അല്ലേ? പ്രവിധ അതായത് ജീവനക്കാരെ ഇക്കാര്യത്തിൽ നിർബന്ധിക്കില്ല എന്ന് ഈ മാർഗനിർദ്ദേശത്തിൽ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ എല്ലാ ജീവനക്കാരും ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ ശമ്പളത്തിന്റെ ഒരു വിഹിതം നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ മാർഗനിർദ്ദേശത്തിൽ. അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത്. എങ്ങനെയാണ് നൽകേണ്ടത്? 5 ദിവസം ഏറ്റവും കുറഞ്ഞത് നൽകണം. അതിൽ കൂടുതൽ എത്ര വേണോ ജീവനക്കാർക്ക് നൽകാം. അത് ട്രഷറിയുടെ ഒരു പ്രത്യേക അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ ഉത്തരവിൽ വിശദമായി പറയുന്നത്. ശരി, എന്തായാലും വയനാടിനെ ചേർത്ത് പിടിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആ രീതിയിൽ സർക്കാർ ജീവനക്കാരുടെ ഫണ്ട് അല്ലെങ്കിൽ അവരുടെ സഹായം അത് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് ഇപ്പോൾ ഉത്തരവിലൂടെ പുറത്തിറക്കുകയാണ് ഗവൺമെൻറ്. അത് ഗഡുക്കളായി നൽകാനുള്ള അവസരം കൂടി ഉണ്ട്. പക്ഷേ ആരെയും നിർബന്ധിക്കില്ല എന്ന കാര്യം കൂടി അതിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. മറ്റൊരു വാർത്ത, ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ജമ്മു കാശ്മീരിലെയും ഒപ്പം തന്നെ ഹരിയാനയിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിൽ 3 ഘട്ടമായി, ഹരിയാനയിൽ ഒറ്റഘട്ടമായുമാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിൽ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് തീയതി പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക. Elections in J&K will be held in 3 phases. Counting would be on 4th of October. അനുച്ഛേദം 370 പിൻവലിച്ചതിന് ശേഷം ജമ്മു കാശ്മീർ ബൂത്തിലേക്ക് എത്തുകയാണ്. 90 നിയമസഭാ മണ്ഡലങ്ങൾ സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിലായി വിധി എഴുതും. ഹരിയാനയിൽ ഒക്ടോബർ 1 ഒറ്റഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ്. ഒക്ടോബർ 4 രണ്ടിടത്തെയും വോട്ടെണ്ണൽ. 47 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ടെന്നും പ്രകൃതി ദുരന്തമുണ്ടായ വയനാട് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുക ഉചിതമല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു. ജമ്മു കാശ്മീരിൽ ആകെയുള്ള 87.09 ലക്ഷം വോട്ടർമാരിൽ 3.71 ലക്ഷം പുതുമുഖ വോട്ടർമാരാണ്. 11,838 പോളിംഗ് സ്റ്റേഷനുകളാകും ഇവിടെ വോട്ടെടുപ്പിനായി തയ്യാറാക്കുക. ഹരിയാനയിൽ 90 മണ്ഡലങ്ങളുടെ വിധി 2.01 കോടി വോട്ടർമാർ നിശ്ചയിക്കും. ആകെ 20,629 പോളിംഗ് സ്റ്റേഷനുകളാകും ഹരിയാനയിൽ ഉണ്ടാകുക. കേരളത്തിൽ നിന്നുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നോക്കിയിരുന്നത് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും എന്ന് നടക്കും എന്നതായിരുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം അവ നടത്തിയാൽ മതി എന്നാണ്. ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നിന്നും ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം ആർ രാധാകൃഷ്ണൻ, 24. ഈ ദേശീയ പുരസ്കാരത്തിന് മികച്ച നടനുള്ള പുരസ്കാരത്തിൽ ഏറ്റവും അന്തിമഘട്ടത്തിൽ മമ്മൂട്ടിയുടെ പേരുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകൾ ഇങ്ങനെ ചില സൂചനകൾ, ചില ഹിന്റുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളൊന്നും ഈ ദേശീയ പുരസ്കാര സമിതിയുടെ മുന്നിൽ വന്നിട്ടില്ല എന്നാണ്. ഇത് പറഞ്ഞത് ഈ ജൂറി അംഗം കൂടിയാണ്, ജൂറി അംഗമായ സംവിധായകൻ MB പത്മകുമാറാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് വസ്തുതാവിരുദ്ധമായ ചർച്ചയാണ്. എന്തുകൊണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ നിർമ്മാതാക്കൾ പുരസ്കാരത്തിന് അയച്ചില്ല എന്നത് അത്ഭുതപ്പെടുത്തിയെന്നും പത്മകുമാർ പറഞ്ഞു.
ഇത്രയേറെ സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലില്ലേ? സത്യത്തിലെ ഏറ്റവും വേദനയുള്ള കാര്യം അതാണ്. 2022 നമ്മുടെ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റാണ് ഇതിനകത്ത്. ഈ സിനിമയുടെ ലിസ്റ്റിൽ എവിടെയും മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമകളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മമ്മൂട്ടി സാറ് നൻപകൽ നേരത്തെ മയക്കം പോയിട്ട് മമ്മൂട്ടി സാർ അഭിനയിച്ച ഒരു സിനിമകളും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല. ഇത് ആരാണ് അയക്കാതിരുന്നത്? അപ്പോൾ അതൊരു അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരു ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് നൻപകൽ നിരത്ത് മയക്കം, അതുപോലെ റൊഷാഖ്, ഈ 2 ചിത്രങ്ങൾ എന്തുകൊണ്ട് അയക്കപ്പെട്ടില്ല എന്നതൊക്കെ സ്വാഭാവികമായിട്ടും ചർച്ചയാകും. അപ്പോൾ നോക്കാം എന്താണ് അതിൻ്റെ മറ്റ് പ്രതികരണങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയുണ്ടല്ലേ, എബിൻ ജോസ് പങ്കുവച്ച വാർത്തയാണ്. നേരത്തെ പല പ്രേക്ഷകരും നമ്മുടെ കമന്റ് ബോക്സിലും അങ്ങനെ കുറിക്കുന്നത് കണ്ടു. ഇടുക്കിയിൽ പലയിടങ്ങളിലും ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്ന് സംശയം. അത്തരം വാർത്തകളില്ല, പക്ഷെ അവിടെ ശക്തമായ മഴയുണ്ട് എന്നാണ് എബിൻ ജോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ മുള്ളരിങ്ങാട്, നേര്യമംഗലം, അടിമാലി മേഖലകളിൽ അല്ലേ? ആ മേഖലയിലൊക്കെ കനത്ത മഴ മുൻപുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ മഴയ്ക്ക് ശമനമുണ്ട്. മുള്ളരിങ്ങാട് ലൂർദ് മാതാപ്പള്ളി വികാരിയുടെ കാർ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ടു. പക്ഷേ ഫാദർ ജേക്കബ് വട്ടപ്പള്ളിയുടെ കാറാണ് ഒഴുക്കിൽപ്പെട്ടത്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ വൈദ്യുതി ബന്ധവും നേരിടുന്നുണ്ട്. ഒപ്പം ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി എബിൻ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇടവേള എടുക്കാൻ സമയമാവുന്നു. നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക്, നിങ്ങളുടെ കമന്റുകളിലേക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മളെ വിളിക്കാനുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സ്ക്രീനിലേക്ക് QR കോഡ് തെളിയാൻ പോവുകയാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളുമായി സംസാരിക്കാം, നേരിട്ട് സംസാരിക്കാം, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. ഇപ്പോൾ ഈ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാലും ഇതേ കോഡ് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ സ്കാൻ ചെയ്ത് പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ സ്ക്രീനിലേക്ക് വരിക. ഇനി ഇന്നിപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരത്തിന്റെ മത്സര വിഭാഗത്തിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു, മമ്മൂട്ടി ഉണ്ടായിരുന്നു, ടൊവിനോ ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിൽ പറയുമ്പോൾ നേരത്തെ 2 പേരുകൾ നമ്മൾ കേട്ടിരുന്നു. അത് ഒന്ന് ഉർവശിയാണ്, മറ്റത് പാർവതി തിരുവോത്തായിരുന്നു. അതായത് 2 പേർക്കും ഈ പറയുന്ന സിനിമയിലെ പ്രകടനത്തിനായിരുന്നു. പക്ഷേ അവാർഡ് വന്നപ്പോൾ 2 അവാർഡുകളുണ്ട്. അതിലൊന്ന് ഉർവശിയാണ്. പക്ഷേ രണ്ടാമത്തെ ആൾ അത് ബീന ആർ ചന്ദ്രൻ, ബീന ചേച്ചിയാണ് ആ അവാർഡിന്, അതായത് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരമാണ് ബീന എന്ന ആക്ട്രസിനെ തേടിയെത്തിയിരിക്കുന്നത്. അപ്പോൾ ബീന ചേച്ചി തടവ് എന്ന ചിത്രത്തിലെ പെർഫോമൻസിനാണ് ഈ അവാർഡ് അവരിലേക്ക് എത്തുന്നത്. ബീന ചേച്ചി നേരിട്ട് നമ്മുടെ ഷോയിലേക്ക് എത്തുകയാണ് സൂമിലൂടെ. എന്താണ് വിശേഷങ്ങൾ, എത്രമാത്രം ഉണ്ട് സന്തോഷം, ഇതൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചു നോക്കാം. ബീന ചേച്ചി നമസ്കാരം. ബീന ചേച്ചി ഗുഡ് ഈവനിങ്. നമസ്കാരം. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്, ആശംസകൾ കേട്ടോ, അഭിനന്ദനങ്ങൾ. അപ്പോ സംസ്ഥാന പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. അതും ഈ പറയുന്ന തടവ് എന്ന ചിത്രം, അതിലെ പ്രമേയവും അതിലെ അഭിനയവും എല്ലാം നേരത്തെ ഒരുപാട് നിരൂപകരുടെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ ആ പടത്തെക്കുറിച്ചും ഈ പുരസ്കാര ലബ്ധിയെക്കുറിച്ചും എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? എനിക്ക് എന്റെ സന്തോഷം അറിയിക്കാൻ വാക്കുകളിൽ അത്രയും സന്തോഷമുണ്ട്. കാരണം ഞാനൊരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്യുന്ന സിനിമയാണ്, ആദ്യത്തെ സിനിമയാണ് തടവ്. അതിന് ഈ ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ ചെറുപ്പം മുതലേ ഉർവശി ചേച്ചിയുടെ അഭിനയം, നിഷ്കളങ്കയോടു കൂടിയിട്ടുള്ള അഭിനയം കണ്ട് കൗതുകത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. ആ ഒരു സ്ഥാനത്ത് അതിൻ്റെ ഉർവശി ചേച്ചിയുടെ ഒപ്പം ഇരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. ചേച്ചി ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ചേച്ചി എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആ ഒരു പ്രതികരണം? ഞാൻ സ്കൂളിൽ അധ്യാപികയാണ്, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പ്രതീക്ഷ എന്ന് പറയുമ്പോൾ IFFK കഴിഞ്ഞപ്പോ, ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോ കുറെ ആളുകൾ എന്നോട് നന്നായിട്ടുണ്ട്, അവാർഡ് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് എന്തോ എന്റെ മനസ്സിനോട് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, അതൊന്നും അത്രയൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും എത്തിയിട്ടില്ല, നമ്മളൊരു സിനിമയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ എന്ന് പറയാനില്ല, എന്നാ മോഹമുണ്ട്. അങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്. പിന്നെ ഇപ്പൊ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ 2-3 ദിവസം മുന്നേ പല ആളുകളും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ചെറിയൊരു മോഹം ഉള്ളിൽ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഞാൻ അങ്ങനെ മോഹിക്കേണ്ടെന്ന് എന്റെ മനസ്സിന്റെ വേറൊരു വശം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വല്ലാത്തൊരു, ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കുക എന്തായാലും. ഇനിയിപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗീത എന്ന് പറയുന്ന ആ അംഗനവാടി ടീച്ചറുടെ കഥാപാത്രം, ടീച്ചറാണ് യഥാർത്ഥ ജീവിതത്തിൽ, പക്ഷേ തടവ് എന്ന ചിത്രത്തിൽ ഒരു അംഗനവാടി ടീച്ചറാണ്. മാത്രമല്ല ഒരുപാട് എന്താണ് പറയുക, കുടുംബ പശ്ചാത്തലമൊക്കെ വളരെ മോശമായ അവസ്ഥയിലുള്ള ഒരു സ്ത്രീയുടെ കഥയാണ് അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്താണ് പറയുക, യാഥാർത്ഥ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നാണ് ജൂറി പോലും പറഞ്ഞിരിക്കുന്നത്. ആ സിനിമയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും എന്താണ് ചേച്ചിക്ക് ഈ നിമിഷം പറയാനുള്ളത്?
ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യം എന്നോട് വായിക്കാൻ പറഞ്ഞപ്പോൾ ശരിക്കും വല്ലാത്തൊരു ഉത്തരവാദിത്വമാണല്ലോ എനിക്ക് തന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഫാസിൽ റസാഖ് സിനിമ നല്ല പാഷനായിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഫാസിലിന്റെ ആദ്യത്തെ സിനിമ എന്നെ കേന്ദ്ര കഥാപാത്രമായിട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് വിജയിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടമാവുമെന്ന് തോന്നിയിരുന്നു. പിന്നെ ഞാനത് ആ ക്യാരക്ടറായി മാറുക തന്നെയായിരുന്നു. ഫാസിൽ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ അഭിനയത്തിന് ഞാൻ അമേച്ചർ നാടകരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആ അഭിനയം എനിക്ക് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട്. പക്ഷേ രണ്ടും രണ്ടാണ്. നാടകത്തിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരുപാട് അധികമാണ്, പെർഫോം ചെയ്യണം. ഇതിൽ ചെറിയ പെരുമാറ്റങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതെ ചേച്ചി, ഈ സിനിമയ്ക്ക് ശേഷം ചേച്ചിക്ക് കൂടുതൽ അവസരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. ഒരു ഷോർട്ട് ഫിലിമാണ് ചെയ്തിട്ടുള്ളൂ, അധികം സിനിമകളൊന്നും വന്നിട്ടില്ല. അതെ, അപ്പം എന്തായാലും ഈ അവാർഡിന് ശേഷം ഇനിയും ഒരുപാട് ചിത്രങ്ങൾ ചേച്ചിയെ തേടി എത്തട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. അടുത്തവണ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ നാഷണൽ അവാർഡ് വിന്നറായിട്ട് നമ്മുടെ ഷോയിലേക്ക് എത്താൻ ചേച്ചിക്ക് കഴിയട്ടെ. അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, ഒപ്പം ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ബീന ചന്ദ്രനാണ് നമ്മളോട് വിശേഷങ്ങൾ പറഞ്ഞത്. ഗീത എന്ന അംഗൻവാടി ടീച്ചറുടെ കഥാപാത്രത്തെ ഏറ്റവും മികവുറ്റ രീതിയിൽ അവതരിപ്പിച്ചതിനാണ് മികച്ച നടിക്കുള്ള 2023 സംസ്ഥാന പുരസ്കാരം ബീനയെ തേടിയെത്തിയത്. ഇനി അല്പം മുൻപ് പ്രേക്ഷകർ ചോദിക്കുന്ന ആ ചോദ്യമുണ്ടല്ലോ, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായോ എന്നൊക്കെ പ്രേക്ഷകർക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ എബിൻ ജോസിനോട് നമുക്ക് ആ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇടുക്കി മുള്ളരിങ്ങാട്, നേര്യമംഗലം, അടിമാലി മേഖലകളിൽ കനത്ത മഴയാണ്. മുള്ളരിങ്ങാട് ലൂർദ് മാതാപള്ളി വികാരിയുടെ കാർ തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടു. പ്രദേശത്ത് വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുകയാണ്. എബിൻ ജോസ് വിവരങ്ങളുമായി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. എബിൻ, എന്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായെന്നൊക്കെ ചില പ്രേക്ഷകർ പറയുന്നു, പക്ഷേ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നു. ശക്തമായ മഴ, കനത്ത മഴ ആ മേഖലയിലുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പ്രജിൻ, വൈകുന്നേരത്തോടു കൂടിയാണ് ഇടുക്കി മുള്ളരിങ്ങാട്, വെള്ളക്കയം, നേരിമംഗലം, അടിമാലി മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴയുണ്ടായത്. ഏകദേശം 3 മണിക്കൂറോളം ഈ മഴ നിലനിന്നിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഇതിനിടെയാണ് മുള്ളരിങ്ങാട് ലൂർദ് മാതാ പള്ളിയിലെ വികാരി സഞ്ചരിച്ച കാറ് ഒഴുക്കിൽപ്പെട്ടത്. സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വികാരിയെ ആളുകൾ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടൽ സംശയം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അധികൃതർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകുന്നില്ല. കാരണം അത്തരത്തിൽ ഇല്ല എന്നുള്ള വിശദീകരണമാണ് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയുള്ള ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും മേഖലയിലില്ല. നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രജിൻ, യെസ്, അപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ അനാവശ്യമായ രീതിയിൽ ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും നൽകാതിരിക്കുക. ശക്തമായ മഴ പെയ്തു, അവിടെ വലിയ കുത്തൊഴുക്ക് എന്നുള്ളതാണ് വാസ്തവം. വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അടുത്തൊരു രസകരമായ ഒരു കാഴ്ച കാണിച്ചു തരാം. അതെ, ഉൽക്കമഴ കാഴ്ച കണ്ടിട്ടുണ്ടോ? ഉൽക്കമഴ കാഴ്ച അങ്ങനെ വളരെ റയറായിട്ട് മാത്രമല്ലേ നമ്മൾ കാണാറുള്ളൂ. അതെ, 1-2 ഉൽക്കകൾ ഇങ്ങനെ പോകുന്നത് കാണാം. അതെ, അതെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ വിസ്മയമായി പെഴ്സിഡസ് ഉൽക്കമഴ കാഴ്ച കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത് ഷാർജ മലീഹയിൽ പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പിൽ നിരവധി ആളുകളെ ഈ ഉൽക്കമഴ കാഴ്ച നേരിട്ട് കാണാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. നിരവധി സജ്ജീകരണങ്ങളായിരുന്നു മലീഹയിൽ ആകാശത്തെ വിസ്മയ കാഴ്ച കാണാൻ ഒരുക്കിയത്. അപ്പൊ നമുക്കൊന്നത് കാണാം. ഷാർജ മലീഹയിലെ നാഷണൽ പാർക്കിലുള്ള ആ ക്യാമ്പിംഗ് സെൻ്ററാണ് ഈ മനോഹര കാഴ്ചയ്ക്ക് വേദിയായത്. 100 കണക്കിന് ആളുകളായിരുന്നു ആകാശത്തെ ആ മനോഹര കാഴ്ച കാണാനായി എൻ്റെ പുറകിൽ ഒത്തുകൂടിയത്. നഗരത്തിരക്കുകളിൽ നിന്ന് ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന മലീഹയിലെ മലനിരകളാൽ ചുറ്റപ്പെട്ട ക്യാമ്പ് സെൻ്ററിൽ വിളക്കുകളെല്ലാം അണച്ച് സകല സജ്ജീകരണങ്ങളോടും കൂടിയായിരുന്നു ഉൽക്കാവർഷം വ്യക്തമായി കൺനിറയെ കാണാൻ അവസരമൊരുക്കിയത്. അത്ഭുത കാഴ്ച സമ്മാനിക്കാനെന്നോണം മേഘങ്ങളെല്ലാം ഒഴിഞ്ഞ തെളിഞ്ഞ ആകാശം. ചന്ദ്രൻ അകലേക്ക് മറഞ്ഞു തുടങ്ങി. ഇരുട്ടിൽ ആകാശത്ത് തെളിഞ്ഞു മിന്നുന്ന നക്ഷത്രങ്ങൾക്കിടയിലൂടെ ചാട്ടൂളി വേഗത്തിൽ
പല വർണ്ണങ്ങളിൽ ചരിഞ്ഞിറങ്ങി പാഞ്ഞകലുന്ന ഉൽക്കകൾ. അപൂർവ കാഴ്ച ആർപ്പ് വിളികളോടെയായിരുന്നു ആളുകൾ ഏറ്റെടുത്തത്. So nights like this for Perseids, for example, with a meteor shower, you can have a high volume of shooting stars in one patch of sky. So anywhere that has darkness without the light pollution, right? This isn't a great example. If you just go right in there, you'll see how dark it is. You can see shooting stars, almost one per minute, especially in the peak hours for the whole night. So it's a tremendous event. ആകാശവിസ്മയം കാണാൻ എത്തിയവർക്കായി അത്യാധുനിക ടെലിസ്കോപ്പുകളിലൂടെ വാനനിരീക്ഷണം നടത്താനുള്ള സൗകര്യം മലിഹ നാഷണൽ പാർക്കിലെ ക്യാമ്പ് സെന്ററിൽ ഒരുക്കിയിരുന്നു. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ചന്ദ്രനും ശനിയുമെല്ലാം കൺമുന്നിൽ തെളിഞ്ഞത് മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ചു ഓരോരുത്തരും. അതോടൊപ്പം വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഉൽക്കാവർഷത്തെക്കുറിച്ച് പ്രത്യേക പ്രസന്റേഷൻ, അതിഥികൾക്കും പങ്കാളികളാകാൻ കഴിയുന്ന തരത്തിലുള്ള ക്വിസ് മത്സരം എന്നിവയും പരിപാടിയിൽ ഒരുക്കിയിരുന്നു. മേഘങ്ങൾ മാറിയെന്ന രാവിലെ വിസ്മയ കാഴ്ച കണ്ണിറയെ കണ്ടാണ് ഓരോരുത്തരും ഇവിടെ നിന്ന് മടങ്ങിയത്. ഷാർജയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഇപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയവരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്, കാരണം ഇത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. യെസ്. അപ്പോൾ അല്പസമയം മുൻപ് വന്ന മറ്റൊരു പോസിറ്റീവ് വാർത്തയാണ് ഇനി പ്രേക്ഷകർ അറിയിക്കുന്നത്. വിരമിക്കൽ തീരുമാനം പിൻവലിക്കുമെന്ന സൂചന നൽകിയിരിക്കുന്നു ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. 2032 വരെ ഗോദയിൽ തുടരണം എന്നാണ് തന്റെ ആഗ്രഹമെന്നാണ് ഇപ്പോൾ താരം പറഞ്ഞിരിക്കുന്നത്. എന്തിലാണോ വിശ്വസിക്കുന്നത് അതിനുവേണ്ടി പോരാട്ടം തുടരുമെന്നും വിനേഷ് ഫോഗട്ട് കുറിച്ചിരിക്കുന്നു. അതെ, പിന്തുണച്ച എല്ലാവർക്കും നന്ദിയെന്നും വിനേഷ് ഫോഗട്ടിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല തീരുമാനമാണ്. വിനേഷ് ഫോഗട്ടിന് ഇനിയും ഇന്ത്യക്ക് മെഡൽ വാങ്ങി നൽകണം, അതോടൊപ്പം തന്നെ സ്വർണ്ണ മെഡൽ തന്നെ വേണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് ഷോ അത് പൂർത്തിയാവാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു റിപ്പോർട്ടിലേക്ക് കൂടി. ഈ വർഷത്തെ കേരള മെഡിക്കൽ എൻട്രൻസ് ഫലം വന്നപ്പോൾ ആദ്യ 9 റാങ്കുകളും സ്വന്തമാക്കി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ. അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടിയ ശ്രീനന്ദ് ശർമിളാണ് കേരള മെഡിക്കൽ റാങ്കിലും 1ാം. കേരള മെഡിക്കൽ പ്രവേശന റാങ്ക് പുറത്തുവരുമ്പോഴും അഭിമാന നേട്ടം ആവർത്തിക്കുകയാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. 720-ൽ 720 മാർക്കും നേടി അഖിലേന്ത്യാ തലത്തിൽ 1ാമതെത്തിയ ശ്രീനന്ദ് ശർമിലാണ് കേരള മെഡിക്കൽ റാങ്കിങ്ങിലും ആദ്യ സ്ഥാനത്ത്. 1 കോടി രൂപയുടെ സ്കോളർഷിപ്പ് നൽകിയാണ് ശ്രീനന്ദിനെ ബ്രില്യൻ അനുമോദിച്ചത്. 720-ൽ 716 മാർക്കോടെ ബ്രില്യന്റിലെ പത്മനാഭ് മേനോനാണ് 2ാം റാങ്ക്. തൃശൂർ സ്വദേശി ദേവദർശൻ ആർ നായർ 3ാമതും കൊല്ലം സ്വദേശി അഭിഷേക് വി ജെ 4ാമതുമെത്തി. 5ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കോഴിക്കോട് സ്വദേശി അഭിനവ് സുനിൽ പ്രസാദ്. 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നൽകിയാണ് 2 മുതൽ 5 വരെ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ബ്രില്യൻ വിക്ടറി ഡേയിൽ അനുമോദിച്ചത്. 6ാം സ്ഥാനത്ത് തിരുവനന്തപുരം സ്വദേശിനി മഞ്ജിമ ബിയും 7ാം സ്ഥാനത്ത് കോട്ടയം സ്വദേശിനി നന്ദന ബിനോദുമാണ്. 8ാം സ്ഥാനം നേടിയത് മലപ്പുറം സ്വദേശിനി ജലീഷ ബബുനു. പാലക്കാട് സ്വദേശിനി സനം കല്ലാടിക്കാണ് 9ാം സ്ഥാനം. ആദ്യ 100-ൽ 86 വിദ്യാർത്ഥികളും ആദ്യ 1000 റാങ്കിനുള്ളിൽ 830 വിദ്യാർത്ഥികളും പാലാ ബ്രില്യന്റിൽ പരിശീലിച്ചവരാണ്. 24 കോട്ടയം.